ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിക്കാഹ് തംബ് ബോർഡ് എങ്ങനെ സെറ്റാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിത് രണ്ട് ഷേപ്പിൽ കാണിക്കുന്നുണ്ട്, സർക്കിളും അതുപോലെ തന്നെ സ്ക്വയറും. അപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ട സൈസിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ലേസർ കട്ടിങ്ങും അതുപോലെ നമ്മുടെ ആക്രിലിക് കട്ടിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പുതിയൊരു മെറ്റീരിയൽ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇനി എവിടുന്ന് ഈ മെറ്റീരിയൽ കിട്ടും, നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഇനി ഫോളോവേഴ്സും എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനൊരു പേജ് തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാ ഐറ്റംസും ഞാൻ എത്തിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നിക്കാഹ് തംബ് ബോർഡിനെ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമറിന് കൊടുക്കുന്നതിനേക്കാളും ചെറിയൊരു റേറ്റിൽ ക്രാഫ്റ്റേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നുള്ളത് സർക്കിളിലേക്കാണ്. അപ്പം സർക്കിളും സ്ക്വയറൊക്കെ ഓർഡേഴ്സ് വന്നിട്ട് ചെയ്യുന്നതല്ല, എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് രണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം കസ്റ്റമറിൻ്റെ ഓർഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സർക്കിളിൽ ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന പോലെ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് ശരിക്കും സെറ്റ് ചെയ്യുന്നതല്ല, സ്ക്വയറിലേക്ക് ശരിക്കും സെറ്റ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ നമ്മുടെ നിക്കാഹ് തംബ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്രിലിക് കട്ടിങ് കിട്ടുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൽ തന്നെ നെയിമും അതുപോലെ ഡേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മെയിൻ ഡേറ്റൊക്കെ ചെറിയതാണല്ലോ, അപ്പോൾ നമുക്ക് നല്ല സ്ട്രൈറ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു ടൈപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് സംഭവം റെഡിയാക്കി എടുക്കാം കേട്ടോ. അത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഞാൻ ലാസ്റ്റ് സ്ക്വയറിൽ ശരിക്കും സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ മെയിൻ ഇൻസ്റ്റയിലേക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണോ ഏത് ഷേപ്പിലാണോ എങ്ങനെ വേണേലും അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഫോളോവേഴ്സ് ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാനിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാലറ്റ് ആയിക്കോട്ടെ, അതുപോലെ ആക്രിലിക് കട്ടിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ വന്നിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങളത് എവിടുന്ന് ഷോപ്പിൽ നിന്ന് എടുക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? പക്ഷേ അങ്ങനെ ഒരിക്കലും വന്നിട്ട് ചോദിക്കരുത്. കാരണം ഏതൊരു ജോബിനാണേലും ഏതൊരു സംഭവത്തിനാണേലും അതിൻ്റെ പിന്നിൽ എഫേർട്ടില്ലാതെ ഒന്നും നടക്കത്തില്ല. ഇതേ ഒരു ഷോപ്പ് സംഭവം ആ ഒരു പ്ലേസിൽ നിങ്ങളെടുത്തും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിനത്ര എഫേർട്ട് എടുത്ത് അത് കണ്ടുപിടിക്കാനോ ടൈമില്ല, ഇല്ലെങ്കിൽ മടിയായതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാനും അതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇതൊക്കെ എവിടുന്ന് ചെയ്തെടുക്കില്ലെന്ന് ഒരിക്കലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അവർ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ അടുത്ത് പോയിട്ട് ആ ഒരു ഷോപ്പ് പറഞ്ഞുതരുമോ അങ്ങനെയൊന്നും ചോദിക്കരുത്. അവർക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഷോപ്പാണെങ്കിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് എടുക്കുന്നവർക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലാതെ ഒരു പീസ് എടുക്കുന്നവർക്കൊന്നും അങ്ങനെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കത്തുമില്ല. അപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ വാലറ്റ് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും അവരെനിക്ക് തരുന്നത് സ്പെഷ്യൽ റേറ്റിലാണ്. അപ്പോൾ അവർ നോർമൽ കൊടുക്കുന്ന റേറ്റിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളത്, ഒരുപാട് പ്രോഫിറ്റ് എടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ ഞാനിത് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. ഓരോ ഷോപ്പാണേലും ഓരോ ഐറ്റംസ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ആരും വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു തരത്തൊന്നുമില്ല. അത് മാത്രമല്ല, അവിടുന്ന് മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ റേറ്റിൽ എത്തിച്ചേരുന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് നിങ്ങൾ ഒരു ക്രാഫ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ചോദിക്കരുത്. പിന്നെ ചില മെറ്റീരിയൽസൊക്കെ ഉണ്ടാവും, അത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയുള്ളത് അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ അവർ സെയിലാക്കുന്ന ഐറ്റംസിൻ്റെ ഒറിജിൻ എവിടെയെന്നൊന്നും പോയിട്ട് ചോദിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.
അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വിത്ത് ഗ്ലൂ അതുപോലെ വിത്തൗട്ട് ഗ്ലൂ അങ്ങനെ 2 ഓപ്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് വിത്ത് ഗ്ലൂ, ഒരു 50 റുപ്പീസേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതെടുക്കുന്ന തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ പിന്നെയും ഗ്ലൂ ഒക്കെ കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് ഒട്ടിക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ഞാൻ ആ ഒരു തമ്പ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗോൾഡ് കാർഡ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് മാറ്റ് ഷീറ്റോ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ക്രാപ്പ് ബുക്കിലേക്ക് യൂസ് ചെയ്യുന്ന പാറ്റേൺ പേപ്പർ പാക്സ് ഉണ്ടല്ലോ, അതാണെങ്കിലും കുറച്ചൊരു ടെക്സ്ചറായിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിലായിരിക്കും കൂടുതൽ നമ്മളിങ്ങനെ തമ്പ് പ്രിൻ്റൊക്കെ കൊടുക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ഉണ്ടാവുക. അല്ലാത്തതിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴും ബെസ്റ്റ് ഇതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ തന്നെ ആ ഒരു മാർക്ക് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മെയിൻ ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ട് എടുത്ത റീലാണ്, അതുകൊണ്ടാണ് കേട്ടോ ലാൻഡ്സ്കേപ്പിലല്ലാത്തത്. ജസ്റ്റ് ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഇതുപോലെ പിന്നെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതാണേലും പിന്നെ ഇതിൻ്റെ മുകളിലുള്ള പീൽ ഓഫ് ചെയ്യുന്നതാണേലും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്ക് ആവശ്യത്തിലേറെ നെയിലുള്ളതുകൊണ്ട് നഖമുള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അല്ലാത്തവർക്ക് എന്തായാലും ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യുകയൊക്കെ എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ശരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ഞാൻ ഇതിലേക്ക് ആ ഒരു പേപ്പർ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.